തീർച്ചയായിട്ടും രതീഷ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡൽഹി അതിർത്തിയിലേക്ക്, അതായത് ശംഭു അതിർത്തിയിൽ നിന്നും ഡൽഹി അതിർത്തിയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 220 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഈ സിംഗു അടക്കമുള്ള ഡൽഹി അതിർത്തികളിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഡൽഹി എത്തുന്നതിന് മുന്നേ തന്നെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ വെച്ച് തന്നെ കർഷകരെ തടയുമെന്നുള്ള കാര്യമാണ് ആദ്യം മുതൽക്കേ ഈ പോലീസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരമതി അനുസരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നു. അവർ ശംഭു അതിർത്തിയിൽ എത്തുമ്പോൾ തന്നെ അവരെ തടഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ സാധിക്കുക. പക്ഷെ അവർ ഈ തടസ്സങ്ങളെല്ലാം തന്നെ, ഈ വലയങ്ങളെല്ലാം തന്നെ ഭേദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഇനി അവർക്ക് കടന്നു വരാനുള്ളത് എന്ന് പറയുന്നത് വളരെയധികം സുരക്ഷ ഉള്ള ഇടങ്ങളാണ്. അതായത് ഇനിയുള്ളത് അംബാല കടക്കുകയാണെങ്കിൽ കുരുക്ഷേത്രയ്ക്ക് അപ്പുറം പാണിപ്പത്ത്, സോണിപ്പത്ത്, ഈ പ്രധാന ഏരിയകൾ, ഈ പ്രധാന ഭാഗങ്ങൾ കടന്ന് മാത്രമേ അവർക്ക് ഈ സിംഗു അതുപോലെ തന്നെ ടിക്രി, ഗാസിപ്പൂർ അതിർത്തികളിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അവിടെ എല്ലാം തന്നെ ആയിരക്കണക്കിന് സുരക്ഷാ സന്നാഹം അല്ലെങ്കിൽ സുരക്ഷാ സേനയാണ് ഇതിനോടകം തന്നെ ഹരിയാന സർക്കാരും കേന്ദ്ര സർക്കാരും വിന്യസിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ നിന്നും നേരത്തെ രതീഷ് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ച് പറയാം. പഞ്ചാബിൽ അവർ എളുപ്പത്തിൽ തന്നെയാണ് കടന്നു വന്നിരുന്നത്. അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഭരണത്തിലുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലത്ത് തന്നെ വലിയ പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് ഈ ഒരു കർഷക പ്രക്ഷോഭത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ BJP അധികാരത്തിലുള്ള ഹരിയാന സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ആ ശംഭു അതിർത്തിയിൽ വെച്ച് തന്നെ അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളിലേക്കുമാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നു. അതും ഡ്രോണുകൾ ഉപയോഗിച്ച് വരെ കർഷകർക്കെതിരെ ഏകദേശം 2500 ട്രാക്ടറുകളിൽ മാർച്ച് ചെയ്തെത്തുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭിക്കാനായിട്ട് എത്തുന്ന 20,000-ഓളം കർഷകരാണ് ആ സംഘത്തിലുള്ളത് എന്നുള്ള കാര്യം വേണം ഓർക്കാനായിട്ട്. അതിനോടൊപ്പം തന്നെ ഹരിയാനയിലെ കർഷകർ കൂടി ചേരും. വലിയ ഒരു കൂട്ടം തന്നെയായിരിക്കും ഡൽഹിയിലേക്ക് എത്തുക. പക്ഷേ ഈ ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുൻപ് പല പ്രധാനപ്പെട്ട മേഖലകൾ അവർക്ക് കടന്നു വരണം. അതിലൊന്നാണ് ഇപ്പോൾ ശംഭുവിലേക്ക് പ്രവേശിക്കുന്നു. ഇനിയുള്ളത് അംബാല, കുരുക്ഷേത്ര, പാണിപ്പത്ത്, സോണിപ്പത്ത്, ഈ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ പോലും വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം അവർ നേരിടേണ്ടി വരും. സമാന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ടിയർ ഗ്യാസും സ്റ്റൺ ഗ്രനേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും ഈ ഡൽഹി അതിർത്തിയിലുള്ള സുരക്ഷ എന്താണെന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ വ്യക്തമായി തന്നെ വളരെ വിശദമായി പറഞ്ഞ കാര്യങ്ങളാണ്. സമാനമായിട്ടുള്ള സുരക്ഷ തന്നെയാണ് ഈ ഹരിയാനയിൽ ഉടനീളം ഇവർ മാർച്ച് ചെയ്ത് അല്ലെങ്കിൽ പ്രക്ഷോഭിച്ചുകൊണ്ട് എത്തുന്ന വഴികളിൽ ഉടനീളം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ എല്ലാം തന്നെ സുരക്ഷാ സേന ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സംഘർഷം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ സേനയെ ഈ പ്രദേശത്തേക്ക്, അതായത് സംഘർഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ കർഷകർ ഇനി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അംബാല കഴിഞ്ഞുള്ള ഭാഗത്തേക്കെല്ലാം തന്നെ വിന്യസിച്ചിരിക്കുന്നു. ഏത് രീതിയിലും ഇവരെ ചെറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തടയാൻ വേണ്ടി ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എങ്ങനെ ഇവരെ തടയണമെന്നുള്ള എല്ലാ കണക്കുകൂട്ടലും നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. നേരത്തെ അർജുനും അനൂപ് ദാസും നൽകിയ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമായിരുന്നു. പല നിലയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടി ദില്ലി ചലോ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും വിവിധ മേഖലകളിൽ നിന്നാണ് ഇപ്പോൾ കർഷകർ ഡൽഹിയിലേക്ക് വിവിധ ഭാഗങ്ങളിലൂടെ എത്താൻ ശ്രമിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നും കർഷകർ ഡൽഹിയിലേക്ക് എത്തും എന്ന വിവരവുമുണ്ട്. വിവിധ അതിർത്തികളിൽ അതിന്റെ ഭാഗമായി വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. പഞ്ചാബിൽ നിന്ന് ഹരിയാന അതിർത്തിയിലേക്ക് കർഷക സംഘം പ്രവേശിച്ചപ്പോൾ തന്നെ പോലീസിന്റെ രൂക്ഷമായ നടപടിയുണ്ടായി. പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ കർഷക സമരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല, പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പഞ്ചാബിൽ നിന്ന് ഹരിയാന അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പോലീസിന്റെ രൂക്ഷമായ പ്രതികരണം കർഷകർക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്ക് പറ്റിയ പോലീസ് നടപടി അവിടെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. നൂറുകണക്കിന് കർഷകർ പക്ഷേ ഡൽഹി ലക്ഷ്യമാക്കി പോലീസ് നടപടിയെ വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് അവിടെ നിന്നുള്ള വിവരം. പോലീസിന്റെ നടപടിയും തുടരുകയാണ്. നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. ട്രാക്ടറുകളിലും മറ്റുമാണ് കർഷകർ മുന്നോട്ട് നീങ്ങുന്നത്. ഡൽഹി അതിർത്തിയിൽ നിന്ന് 190 കിലോമീറ്ററോളം അകലെയുള്ള ശംഭു എന്ന പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അതിർത്തി മേഖലയിലാണ് ഇപ്പോൾ സംഘർഷം. അവിടെ നിന്നുള്ള ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പോലീസ് നടപടിയുടെ വ്യാപ്തി എത്രത്തോളമുണ്ട്? കർഷകർ എത്രത്തോളം മുന്നോട്ട് വരാൻ അവർക്ക് കഴിയുന്നുണ്ട്? മറ്റെവിടെയെങ്കിലും ഇനി അവരെയും തടയാനുള്ള ക്രമീകരണം അതിന് സമീപത്ത് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വേണ്ടിയിരിക്കുന്നു. അനൂപ് ദാസും അർജുൻ പിതാമനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനൂപ്, അവിടെ സംഭവിക്കുന്നതിൻ്റെ കൂടുതൽ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ട്. കർഷകരെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് ചെയ്യുന്നത്. ഹരിയാനയിൽ 4 താൽക്കാലിക ജയിലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ താൽക്കാലിക ജയിലിലേക്ക് കർഷകരെ മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ
ആരംഭിച്ചിരിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. എന്നാൽ ഇത് വകവെക്കാതെ കർഷകർ മുന്നോട്ട് തന്നെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ അതിർത്തിയിൽ നിന്ന് 190 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ സംഘർഷം നടന്ന മേഖല. അവിടെ നിന്ന് അംബാലയും കുരുക്ഷേത്രയും പാനിപ്പത്തും എല്ലാം കടന്നു വേണം ഇവിടേക്ക് എത്താൻ. ഈ പറയുന്ന അംബാലയിലും കുരുക്ഷേത്രയിലും പാനിപ്പത്തിലുമെല്ലാം സോണിപ്പത്തിലുമെല്ലാം വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഹരിയാന പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം മറികടന്ന് വേണം കർഷകർക്ക് ഇവിടേക്ക് എത്താൻ. ഇവിടെ എത്തിയാൽ തന്നെ ഡൽഹിയിലേക്ക് അങ്ങോട്ട് കയറുന്ന ഇടത്ത് കാര്യമായ സുരക്ഷാ ക്രമീകരണം നടത്തുന്നു. നമുക്ക് പോലീസിന്റെ ദൃശ്യങ്ങൾ കാണാം. അവിടെ സംഘർഷം നടന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ ഇവിടെ പോലീസ് തയ്യാറായി നിൽക്കുകയാണ്. പോലീസ് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി എന്ന നിലയിൽ ഡൽഹിയുടെ അതിർത്തികളിൽ നിലയുറപ്പിക്കുന്നു. വീണ്ടും നമുക്ക് അവിടേക്ക് ശംഭു അതിർത്തിയിലെ വിവരങ്ങളിലേക്ക് പോകാം. ശംഭു അതിർത്തിയിൽ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് പ്രവേശിച്ച കർഷകരെ തടയാൻ ശ്രമിച്ചു പോലീസ്. എന്നാൽ ഞങ്ങൾ അതിന് വഴങ്ങില്ല, മുന്നോട്ട് തന്നെ പോകുമെന്ന് പ്രഖ്യാപിച്ചു കർഷകർ. ആ സമയത്ത് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കുകയായിരുന്നു. എന്നാൽ ടിയർ ഗ്യാസ് ഷെല്ലുകളെയും മറികടന്ന് കർഷകർ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച, ഏതാണ്ട് 1000-ഓളം വരുന്ന ട്രാക്ടറുകൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശംഭു ബോർഡറിൽ. അതേസമയം തന്നെ ഏതാണ്ട് 20ഓളം കർഷകർക്ക് പരിക്ക് പറ്റിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അവിടെ നിന്ന് പുറത്തു വരുന്നു. കർഷകരെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തും. അവരെ താൽക്കാലിക ജയിലിലേക്ക് മാറ്റും. പോലീസ് ഇപ്പോൾ ഇവിടെ ബോർഡറിൽ അതിർത്തിയിൽ എങ്ങനെയാണ് കർഷകരെ നേരിടുന്നത് സംബന്ധിച്ച ചില പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിംഗു അതിർത്തിയിൽ സമയം തന്നെ ഇവിടെ കാര്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസും അർദ്ധസൈനിക വിഭാഗവും സർവ്വസജ്ജരായി നിൽക്കുകയാണ് സിംഗു ബോർഡറിൽ ഉൾപ്പെടെ. ഇവിടെ നിന്ന് 190 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ എങ്കിലും ഹരിയാന പഞ്ചാബ് അതിർത്തിയിലാണ് വലിയ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. നിരവധി കർഷകർക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു. അതിനിടയിൽ മറ്റിടങ്ങളിലും ഡൽഹിയിലേക്ക് കർഷകർ പ്രവേശിക്കാതിരിക്കാൻ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും തടസ്സങ്ങളും തീർത്തിരിക്കുകയാണ് മറ്റ് സംസ്ഥാന പോലീസും ഡൽഹി പോലീസുമെല്ലാം. ഡൽഹിയിലേക്ക് സമരക്കാരെ പ്രവേശിപ്പിക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെയും ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് നടപടി തുടരുന്നു. വളരെ